പുതുതലമുറയിൽ വായനാശീലം വളർത്തുന്നതിന് തീവ്ര ശ്രമം നടത്തണമെന്ന് പുതിയ എഴുത്തുകാർ. ജീവിത പ്രാരാബ്ധത്തിനിടയിലും വായനയും എഴുത്തുമായി ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുണ്ട് കരിമ്പുഴ ആറ്റാശ്ശേരി ചാഴിയോട്ടിൽ. ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിൽ ജയചന്ദ്രൻ ചെത്തല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. 46-ാം വയസ്സിലും സാഹിത്യരചനയിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ചാഴിയോട് മുളിച്ചിയിൽ സന്തോഷ് കുമാറാണ് പുതിയ എഴുത്തുകാരൻ. 10ാം ക്ലാസ്സിൽ പഠനം കഴിഞ്ഞതോടെ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യമല്ലാത്തതിനാൽ തൊഴിൽ മേഖലയിലേക്ക് സന്തോഷ് കുമാർ തിരിയുകയാണ് ഉണ്ടായത്. റബ്ബർ വെട്ട് മേഖലയിലേക്കാണ് ആദ്യമായി എത്തിയത്. തുടർന്ന് വീടുകളുടെ കൺസ്ട്രക്ഷൻ സംബന്ധിച്ചുള്ള ജോലികളും ഏറ്റെടുത്തു. 2005 ആയതോടുകൂടിയാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് തിരിഞ്ഞത്. ഒരു 5-ന് ശേഷമൊക്കെയാണ് ഞാൻ കുറേശ്ശെ എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ എഴുത്തിലേക്ക് ധാരാളം ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശവാസികളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. നല്ല നല്ല കമൻസും കൂടുതൽ എങ്ങനെ നന്നാക്കി എഴുതണം അതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. സമീപത്തെ ലൈബ്രറികളും മറ്റും ഒന്നുമില്ലാത്തതിനാൽ ആവശ്യമായ പുസ്തകങ്ങളൊന്നും അന്ന് ലഭിച്ചിരുന്നില്ല. കൂട്ടുകാരന്റെ സഹായത്തോടെ MTയുടെ നാലുകെട്ട് പോലെയുള്ള പുസ്തകം വായിക്കുകയും തുടർന്ന് MTയുടെ മിക്ക പുസ്തകങ്ങളും കണ്ടെത്തി വായിക്കാനുള്ള അവസരവും ഉണ്ടായി. കുട്ടിക്കാലത്ത് സ്കൂൾ ജീവിതത്തിൽ നിന്നുണ്ടായ ഒരു അനുഭവമാണ് കത്ത് എന്ന കഥയിലേക്ക് എഴുതാൻ പ്രചോദനമായത്. തുടർന്ന് സോഷ്യൽ മീഡിയയിൽ കഥകളും കവിതകളുമൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യുന്ന ശീലം ഉണ്ടായി. അതിൽ നിന്നും അറിയപ്പെടാത്ത ഒരുപാട് ആളുകൾ എഴുത്തിനെക്കുറിച്ചും എഴുത്ത് രീതിയെക്കുറിച്ചുമൊക്കെ ഉപദേശങ്ങൾ നൽകിയതോടെ കഥയുടെ ഭാവനയും ഭാവവുമൊക്കെ മാറ്റാൻ കഴിഞ്ഞതായി അനുഭവത്തിൽ നിന്നും സന്തോഷ് പറഞ്ഞു. പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലാണ് ഞാൻ കൂടുതൽ എഴുതാറുള്ളത്. പലരും ഇത് പുസ്തക രൂപത്തിലാക്കണമെന്നും അതിനു വേണ്ടിയിട്ട് കുറേ ശ്രമങ്ങൾ നടന്നു. പിന്നെ നമ്മുടെ ആറ്റാശ്ശേരി സ്കൂളിലെ തന്നെ ഒരു അധ്യാപികയായിട്ടുള്ള രമ ടീച്ചർ ഇതുപോലെ പുസ്തകം പ്രസിദ്ധീകരിക്കാനും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതുവരെ പ്രസിദ്ധീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കുറച്ച് പ്രാഥമിക കാര്യങ്ങളുണ്ട്. നമ്മൾ പകർത്തിയെഴുത്തും പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ചിലവ് വരുന്നൊരു ഇതായതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പ്രസിദ്ധീകരിക്കണം എന്ന ആഗ്രഹമുണ്ട് വലുതായിട്ട്. അതിൽ ഒരു 2 കഥകളിപ്പോൾ, ഒന്ന് നമ്മുടെ ചത്തല്ലൂർ വായനശാലയുടെ തന്നെ ഒരു മാസികയായിട്ടുള്ള ത്രൈമാസിക ബുക്കാണ്. അതിൽ ദൂത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ പ്രസിദ്ധീകരിച്ചു വന്നു. പിന്നെ കുലിക്കിലിയാട് യുവചേതന പാലിയേറ്റീവിൻ്റെ ഒരു സുവനീർ ഇറക്കിയായിരുന്നു. അപ്പോൾ അതിലേക്കും അവർ എൻ്റെ ഒരു കഥ സെലക്ട് ചെയ്യുകയും അതിൽ പ്രസിദ്ധീകരിച്ച് വരികയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് മോറൽ സപ്പോർട്ട് നല്ലതുണ്ട്. നമ്മുടെ പ്രാദേശിക തലത്തിൽ ഉള്ള സുഹൃത്തുക്കളും എല്ലാവരും നല്ല അഭിപ്രായം പറയും. എഴുത്തിനെക്കുറിച്ച് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും. എനിക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ മുതിർന്ന ആളുകളടുത്ത് സംസാരിച്ചിട്ട് ഞാൻ അത് എഴുത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ സ്വീകരിക്കാറ്. കഥകൾ എഴുതി തുടങ്ങിയതോടെ പല ആളുകളും കഥകളൊക്കെ ഒരു പുസ്തകമാക്കണമെന്നുള്ള ആശയവും ആഗ്രഹവും വന്നെങ്കിലും ഒരുപാട് സാമ്പത്തിക ചിലവുള്ളതിനാൽ അതിനും കഴിയാതെ വന്നു. ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് പിന്നെ ഞാൻ എഴുതുന്നതിൽ എൻ്റെ കഥകളിൽ അധികം ഈ പഴമ നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ എഴുതാറ്. കാര്യം നമുക്ക് നമ്മുടെ കുറേ സംസ്കാരങ്ങൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറകൾക്ക് അത് അത്ര ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കും. ഇവിടെ നമ്മുടെ നാടുകളിൽ ഒരു ദളിത് സമൂഹം സംസാരിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അവരുടെ ഭാഷകളും സംസാര രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ കഥകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു പിന്നെ സമൂഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞാലൊന്നും ഇന്നത്തെ കുട്ടികൾ വിശ്വസിക്കില്ല. അപ്പം അതിൻ്റെ ഒരടയാളപ്പെടുത്തൽ എന്ന നിലയിൽ ഞാൻ നാട്ടിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അത്തരം ഒരു സംസ്കാരങ്ങളൊക്കെ എൻ്റെ എഴുത്തിൽ കൊണ്ടുവരാറുണ്ട്. പിന്നെ പുതിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആനുകാലിക സംഭവങ്ങളെ കൂടി പുറത്തിണക്കിക്കൊണ്ട് കഥകൾ എഴുതണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമായിരിക്കും അത് പുസ്തക രൂപത്തിലാക്കുക എന്നുള്ളത്.
എങ്കിലും ഗ്രാമത്തിലെ വായനശാല പ്രസിദ്ധീകരിക്കുന്ന ചെറിയൊരു പുസ്തകത്തിൽ ആദ്യമായി കഥ അച്ചടിച്ചു വന്നപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം വളരെ വലുതായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ലഹരി എന്ന വിപത്തും അതുണ്ടാക്കുന്ന ദോഷഫലങ്ങളുമൊക്കെ വളരെ വലുതാണ്. അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ആവശ്യമായ ഉപദേശങ്ങളും മറ്റും വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ദുഷ്പ്രവൃത്തിയിലേക്ക് യുവാക്കൾ ചെന്നെത്തുന്നത് എന്ന് സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന വാർത്തകളാണ്. ലഹരിക്ക് അടിമപ്പെട്ടിട്ട് യുവാക്കൾ സ്വന്തം അച്ഛന്, അമ്മ, സഹോദരി അങ്ങനെയൊന്നും ഭേദമില്ലാതെ കൊല ചെയ്യുകയും അതുപോലെ പല അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിപ്പോകുന്ന തലമുറകളാണ് ഇപ്പോൾ. അതിൻ്റെ പ്രധാന കാരണം തലമുറ ഏതെങ്കിലും ഒരു തലമുറയിൽ പെട്ടു എന്നുള്ളതുകൊണ്ടല്ല, അവരുടെ സാഹചര്യങ്ങൾ അവരെ തിരുത്തപ്പെടാൻ നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ അധ്യാപകരിൽ നിന്ന് പൊതു സമൂഹത്തിൽ നിന്നൊക്കെ കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ സാഹിത്യരംഗത്തുള്ളവരും മറ്റ് മേഖലയിൽ നിന്നുള്ളവരെല്ലാവരും ഇതിനെ എതിരെ പ്രതികരിക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ വായന എന്ന് പറയുന്നത് വലിയൊരു ലഹരിയാണ്. ഒഴിവു സമയങ്ങളിൽ മനസ്സിലുണ്ടാകുന്ന പല രൂപങ്ങളും പല വസ്തുക്കൾ കൊണ്ട് ശില്പങ്ങളായി മാറ്റുന്നതും തൻ്റെ മനസ്സിന് ഏറെ സന്തോഷം തരുന്നതായി പറയുന്നു. പുതിയതായി തൂവൽ കൊണ്ട് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം ആനുകാലിക സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ ചെറുകഥകൾ രചിക്കാനുള്ള ശ്രമത്തിലാണ് സന്തോഷ് കുമാർ ഇപ്പോൾ. നിരവധി കഥകൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം പുസ്തക രൂപത്തിൽ ആക്കണമെന്നുള്ള അതിയായ സന്തോഷമുണ്ടെന്നും സന്തോഷ് കുമാർ കൂട്ടിച്ചേർത്തു. അവിവാഹിതനായ സന്തോഷ് അച്ഛനായ ശങ്കരൻകുട്ടിയും അമ്മയായ സുഭദ്രയോടൊപ്പവുമാണ് കഴിയുന്നത്. CCN ചത്തല്ലൂർ.